അതായത് കൊട്ടാരം. ഇതെന്താണ്? കൊട്ടാരമാണ്. ഇതെന്താണ്? കൊട്ടാരം. വലിയ വലിയ രാജാക്കന്മാരൊക്കെ വന്ന് താമസിക്കുന്ന, VIP-കളൊക്കെ വന്ന് താമസിക്കുന്ന കൊട്ടാരം. ഹജ്ജിന്റെ സമയത്തൊക്കെ ഒരു വർഷത്തിൽ മാത്രമേ അവർ വരുള്ളൂ. പിന്നെ മാത്രമല്ല, അബ്ദുറഹ്മാൻ സ്വദേശി ഹറമിലെ ഇമാമുകളൊക്കെ താമസിക്കുന്ന എവിടെയാണ്? ഈ പാലാസിലാണ്. നമ്മൾ നിസ്കാരത്തിന്റെ സമയത്ത് ഇന്നിപ്പോ നമ്മൾ കണ്ടു അല്ലെ? ആരപ്പം കണ്ട ഇമാമ വരുന്നത് കാണിച്ചു കൊടുത്തല്ലോ അല്ലെ? ആരപ്പം കണ്ടത്? മണ്ണാരക്കാട്ടത്ത് ബഷറാത്ത് അല്ലെ? ഇമാമ വരുന്നത് ഇതിന്റെ തായ് ഭാഗത്ത് കൂടെ, അതായത് താഴത്ത് ഇമാമ നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ കാണും, അത് കാണിച്ചു തരും. അവിടെ വെച്ചിട്ട് എല്ലാ മയ്യത്തും എന്ത് ചെയ്യും? ആ ഇമാമ നിൽക്കുന്ന ഭാഗത്ത് വെച്ചിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എക്സലേറ്ററിൽ എന്ത് ചെയ്യും? 5-ാം നമ്പർ ഭാഗത്ത് കൂടെ കൊണ്ടുവരും. നമ്മളിപ്പോ ഒമ്പ്ര കഴിഞ്ഞ് 3-ാം നമ്പറിനോട് എടുത്തൂലേ? 5-ാം നമ്പറിന്റെ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യും? കൊണ്ടുവരും. വണ്ടി അവിടെ ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലൂടെയാണ് എന്താക്കുക? ജനാസ എന്താക്കുക? കൊണ്ടുപോവുക. അപ്പൊ ആ ഇമാമകൾ കറക്റ്റ് ആ ബാങ്ക് കൊടുത്ത് അതിന്റെ കൃത്യസമയത്ത് മാത്രം അവരെന്ത് ചെയ്യും? അവരുടെ ഡോറുണ്ട്, വാതിലുണ്ട്, ഇതിന്റെ അടിയിലാണ്. ആ വാതിലൂടെ അവരെന്ത് ചെയ്യും? കടന്നിങ്ങനെ നിസ്കാരത്തിന്റെ ഹാളിലേക്ക് നേരെ 5-ാം നമ്പറിന്റെ ഇവിടെ കയറിയിട്ട് ഉള്ളിൽ കണ്ട് വണ്ടിയിൽ ഇങ്ങനെ നടന്നുകാണ്ട് അപ്പം പട്ടാളക്കാരും പോലീസുകാരൊക്കെ ആ കൂടെ ഉണ്ടാവും, ഇമാമിന്റെ കൂടെ ഉണ്ടാവും. അപ്പം അത് ഇതിന്റെ തായ് ഭാഗത്താണുള്ളത്. പിന്നെ ഇവിടെ